ഐസിസ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണോ? ആണ് ആണ് യെസ്. സംശയമില്ല ആണ്. അവര് എന്നാണ് അവരെ ഹമാസ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ കേൾക്കൂ, എന്നാണ് അവരെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തത്? എത്ര വർഷം കഴിഞ്ഞിട്ടാണ്? ഇയർ മറന്നുപോയി, പക്ഷേ ഏതോ യെസ്, ഒരു ഞാൻ വർഷത്തിൽ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. അതായത് ഐസിസ് ഉണ്ടായ അന്ന് അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിരുന്നില്ല. അവർ എക്സിസ്റ്റ് ചെയ്ത് ഓൾമോസ്റ്റ് 3-4 വർഷം കഴിഞ്ഞിട്ടാണ് അവർ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് അവിടെ ഡെസിഗ്നേറ്റ് ചെയ്തത്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആക്ടിവിറ്റീസ് അത് ടെറർ കൃത്യമായിട്ട് പുറത്തു വരുന്നതിൻ്റെ ഭാഗമായിട്ട് US അവരെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ പലതും അവരെ ടെററിസ്റ്റ് ഓർഗനൈസേഷനായിട്ട് ഡെസിഗ്നേറ്റ് ചെയ്തു. ഇന്ത്യയും അത് ഉടനെ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒരു കൺസെഷൻ കൊടുക്കുന്നുണ്ട് എങ്കിൽ ഇന്ത്യയിലെ പല ടെറർ ഓർഗനൈസേഷനെയും നിങ്ങൾ ടെറർ ഓർഗനൈസേഷൻ അല്ല എന്ന് നിങ്ങൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ ആ തരം വാദങ്ങളിലേക്ക് പോകേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പറഞ്ഞു വന്നതല്ല നമ്മളെ പോയിന്റ് അതല്ല. നമ്മളുടെ പോയിന്റ് അതല്ല. എൻ്റെ ചോദ്യം ഇതാണ്. ചോദ്യം ഇത്രയേ ഉള്ളൂ. അതിലേക്ക് പോയിക്കോളൂ, അതിൻ്റെ കൂടെ ആഡ് ചെയ്തോളൂ. ഈ പറയുന്ന ടോപ്പ് 10 ടെറർ ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ